എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മലബാറുകാരുടെ സ്പെഷ്യൽ ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. ഈ നമ്മളുടെ റംസാനൊക്കെ വരുമ്പോൾ അവർ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വെജിറ്റേറിയൻസിനും ഒക്കെ കഴിക്കാൻ പറ്റണ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ, നല്ല ടേസ്റ്റാണ്. നല്ലൊരു മുരുമുരാന്നുള്ള ഒരു വിഭവമാണ്. നല്ല ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വിഭവമാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഞാനീ പറയുന്നത് ശരിയാണോ എന്ന് അറിയണ്ടേ, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വരും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നല്ല പോലെ പാകം വന്ന ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാനിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റി അല്ല എടുക്കുന്നത്, മൈക്രോവേവിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. ഒരു 2 മിനിറ്റൊന്നും വേണ്ട, അതിലും താഴെ ടൈം മതി. പഴം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നോക്കാം നമുക്ക് റെഡി ആയോ എന്ന്. നല്ലതുപോലെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കണം. കണ്ടോ, ഇത് നല്ല പോലെ പാകം വന്ന പഴമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും ഈ ഉന്നക്കായ ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടെ ഇത്രയും പാകം വരുന്ന പഴം വേണമെന്നില്ല. അപ്പം കുറച്ചും കൂടെ പഴുപ്പ് കുറഞ്ഞ പഴം മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത്രയും പാകം വന്ന പഴമാണ്. അതുകൊണ്ട് ഞാനിതെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരല്പം മൈദ. അല്ലെങ്കിൽ ഇപ്പം പാകം കുറഞ്ഞ പഴമാണെങ്കിൽ നമുക്ക് ഇത് തന്നെ മാത്രം വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് ഇപ്പം നല്ലതുപോലെ ഒന്ന് പഴുത്ത് ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട് വേവിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരല്പം മൈദ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പൊക്കെ ധാരാളം മതിയാവും. നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് വലിയ ബ്രൗൺ നിറമൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് അല്പം മുന്തിരി, അതായത് കിസ്മിസ്, അതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആയി പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 2 ഏലക്ക എടുത്തിട്ട് അത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് മധുരത്തിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് ചേർക്കാം. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫില്ലിങ്. അടുത്തായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടില്ലേ, അതിൽ നിന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ, 1 പഴം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒരു ഉരുട്ടിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, തേങ്ങയും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്, അത് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ. അപ്പോൾ അതിൽ നല്ലതുപോലെ ഇതായിട്ട് പിടിച്ചിരുന്നോളും. എന്നിട്ട് നമ്മൾ പതുക്കെ ഈ ഉന്നക്കായൻ്റെ ഷേപ്പിലൊന്ന് നീളത്തിലൊന്ന് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണം.
എനിക്കിവിടെ ആകെ 5 എണ്ണമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മൾ ഒരു പഴമല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് അത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് വലിപ്പത്തിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഫുള്ളും നമ്മൾ ഇതുപോലെ ഉന്നക്കായുടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. കയ്യിൽ ഞാനൊരല്പം നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും. ഇവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു വയ്ക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് കുറച്ച് വലിപ്പമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 2 വീതം ഇട്ടിട്ടുള്ളൂ. 2 വീതം ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അതുപോലെ പഴവും നല്ലതുപോലെ വേവിച്ചതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞ് വരും. എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാൻ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റണം. കുറച്ചധികം സമയമായി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ പുറം കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ ആ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന 5 എണ്ണവും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തു. വളരെ കുറച്ച് സമയം മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. വൈകുന്നേരത്തെ ചായയുടെ കൂടെ സെർവ് ചെയ്യാൻ, ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പലഹാരമാണ് ഉന്നക്കായ. നമ്മുടെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനുണ്ടാക്കിയ ഉന്നക്കായ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായയ്ക്ക് പറ്റിയൊരു വിഭവമാണ്. അധികം പ്രയാസമില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും നിങ്ങളുടെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം. താങ്ക് യു. ബൈ.